കൊമേഴ്സിന്റെ ഡൈനാമിക് വേൾഡിൽ മികവ് പുലർത്തണമെന്ന് ആഗ്രഹിക്കുന്ന, ഫൈനാൻഷ്യൽ ഇൻസൈറ്റ്സിൽ പ്രാവീണ്യം നേടാൻ ആഗ്രഹിക്കുന്ന, സാമ്പത്തിക വളർച്ചയെ നയിക്കുന്ന ഒരു ബിസിനസ് സ്ട്രാറ്റജിസ്റ്റ് ആവാൻ താല്പര്യമുള്ള ഒരാളാണോ നിങ്ങൾ? വെൽക്കം ടു ദ ബാച്ചലർ ഓഫ് കൊമേഴ്സ് BCOMF at IGNOU, a comprehensive, flexible and future-oriented program. ബാങ്കിംഗ്, ഫൈനാൻസ്, മാനേജ്മെന്റ് മേഖലകളിൽ കരിയർ ആഗ്രഹിക്കുന്നവർക്കും ഓണ്ടർപ്രണർഷിപ്പ് സ്വപ്നം കാണുന്നവർക്കും വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ളതാണ് IGNOU BCom പ്രോഗ്രാം. കേരളത്തിലെ ഏറ്റവും മികച്ച IGNOU സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് IGNOയിൽ നിന്ന് BCom നേടാം. ഈ വീഡിയോയിൽ IGNOയിൽ നിന്ന് BCom ചെയ്യുന്നത് നിങ്ങളുടെ കരിയറിനെ എങ്ങനെ മെച്ചപ്പെടുത്താൻ സാധിക്കുമെന്നത് വിശദമായി മനസ്സിലാക്കാം. എന്തുകൊണ്ട് IGNOU BCom എന്നതിലേക്ക് വരാം. ഫൈനാൻസ്, മാനേജ്മെന്റ്, ടാക്സേഷൻ, ബാങ്കിംഗ്, ഓണ്ടർപ്രണർഷിപ്പ് എന്നീ മേഖലകളിലേക്കുള്ള കരിയർ ഓപ്പർച്യൂണിറ്റീസ് തുറന്നു തരുന്ന ഒരു ഗേറ്റ് വേ ആണ് BCom. ഇന്ത്യയിലെ ഏറ്റവും മികച്ചതും ക്രെഡിബിളുമായിട്ടുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഓപ്പൺ യൂണിവേഴ്സിറ്റികൾ ഒന്നാണ് IGNOU. യുണീക് ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ സിസ്റ്റം എന്നാണ് IGNOനെ മറ്റ് യൂണിവേഴ്സിറ്റികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. നാക്കിൽ നിന്ന് A++ ഗ്രേഡ് അക്രഡിറ്റേഷൻ നേടിയ രാജ്യത്തെ തന്നെ വളരെ ചുരുക്കം യൂണിവേഴ്സിറ്റികൾ ഒന്നാണ് IGNOU. അൺമാച്ച്ഡ് ഫ്ലെക്സിബിലിറ്റി, എക്സ്റ്റൻസീവ് സ്റ്റുഡന്റ് സപ്പോർട്ട്, അഫോർഡബിൾ ഫീസ് സ്ട്രക്ചർ, കോംപ്രിഹെൻസീവ് കരിക്കുലം ആൻഡ് സ്ട്രോങ് ഇൻഡസ്ട്രി റിലവൻസ് എന്നതൊക്കെയാണ് IGNOU BCom പ്രോഗ്രാമിന്റെ എടുത്തു പറയേണ്ട സവിശേഷതകൾ. നിങ്ങളുടെ വർക്കിനും പേഴ്സണൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ കമ്മിറ്റ്മെന്റ്സിനൊപ്പം വളരെ ഈസിയായി പഠിക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ് IGNOU BCom. ഇത് നിങ്ങളുടെ കരിയറിലെ നെക്സ്റ്റ് ബിഗ് സ്റ്റെപ്പ് ആയിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. IGNOU BCom പ്രോഗ്രാമിന്റെ സ്പെഷ്യാലിറ്റി അതിന്റെ ആക്സസിബിലിറ്റി ആൻഡ് ഇൻക്ലൂസിവിറ്റി ആണ്. കൊമേഴ്സിൽ ഉന്നത പഠനം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വളരെ ഈസിയായി ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. +2 കംപ്ലീറ്റ് ചെയ്ത ആരും ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ എലിജിബിൾ ആണ്. 4-year അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമായ ബാച്ചലർ ഓഫ് കൊമേഴ്സ് BCOMF എടുക്കുകയാണെങ്കിൽ പ്രോഗ്രാമിന്റെ ഡ്യൂറേഷൻ 4 വർഷമാണ്. അത് 8 വർഷം വരെ എക്സ്പാൻഡബിൾ ആണ്. 2020 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയായി അലൈൻ ചെയ്തിരിക്കുന്ന BCOMF പ്രോഗ്രാമിൽ 3 വർഷത്തിന് ശേഷം എക്സിറ്റ് ചെയ്യുന്നവർക്ക് ജനറൽ ഡിഗ്രിയും കണ്ടിന്യൂ ചെയ്യുന്നവർക്ക് ഡിഗ്രി വിത്ത് റിസർച്ചുമാണ് 4 വർഷം കഴിയുമ്പോൾ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജോലിയോടൊപ്പം അല്ലെങ്കിൽ മറ്റ് പേഴ്സണൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ കമ്മിറ്റ്മെന്റ്സ് ഉള്ള ആളുകൾക്കും ഈ കോഴ്സ് ഈസിലി കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് IGNOU BComന്റെ കരിക്കുലം ഒന്ന് നോക്കാം. വളരെ സ്ട്രക്ചർഡ് ആൻഡ് കോംപ്രിഹെൻസീവായി തയ്യാറാക്കിയിട്ടുള്ളതാണ് ഈ ക്വാളിറ്റി കരിക്കുലം. ഫസ്റ്റ് ഇയറിലെ പേപ്പേഴ്സ് ഇവയാണ്: ഫൈനാൻഷ്യൽ അക്കൗണ്ടിംഗ്, ബിസിനസ് ഓർഗനൈസേഷൻ മാനേജ്മെന്റ്, ഓവർവ്യൂ ഓഫ് റീറ്റെയിലിംഗ്, എൻവയോൺമെന്റൽ സ്റ്റഡീസ്, ഇന്റർഡിസിപ്ലിനറി സ്കിൽ ആൻഡ് വൊക്കേഷണൽ കോഴ്സസും ചെയ്യേണ്ടതുണ്ട്. സെക്കൻഡ് ഇയറിൽ പഠിക്കാനുള്ള പേപ്പേഴ്സ് ഏതൊക്കെയാണെന്ന് ഇനി നോക്കാം. ബിസിനസ് മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, ബിസിനസ് ലോ, ഓണ്ടർപ്രണർഷിപ്പ്, ഇൻകം ടാക്സ് ലോ ആൻഡ് പ്രാക്ടീസ്, ഇ-കൊമേഴ്സ്, ലോജിസ്റ്റിക് മാനേജ്മെന്റ്, ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാനുള്ള പേപ്പറുമുണ്ട്. ഇനി തേർഡ് ഇയറിലേക്ക് വരുമ്പോൾ ഈ പേപ്പേഴ്സ് ആണ് നമ്മൾ പഠിക്കുക. കമ്പനി ലോ, കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ്, കോസ്റ്റ് അക്കൗണ്ടിംഗ്, മാനേജ്മെന്റ് അക്കൗണ്ടിംഗ്, റീഡ്രസൽ ഓഫ് കൺസ്യൂമർ ഗ്രീവൻസസ്, മാനേജിംഗ് സ്ട്രെസ്, ഇൻട്രൊഡക്ഷൻ ടു NGO മാനേജ്മെന്റ്, ഡേറ്റ അനാലിസിസ്. ഇന്റേൺഷിപ്പും തേർഡ് ഇയറിൽ ചെയ്യണം. ഇനി ഫോർത്ത് ഇയറിൽ പഠിക്കാനുള്ള പേപ്പേഴ്സ് ആണിവ: ബിസിനസ് എൻവയോൺമെന്റ്, ഓർഗനൈസേഷൻ തിയറി ആൻഡ് ബിഹേവിയർ, മാനേജറൽ എക്കണോമിക്സ്, ബിസിനസ് എത്തിക്സ് ആൻഡ് CSR, മാനേജ്മെന്റ് ഓഫ് ഫൈനാൻഷ്യൽ സർവീസസ്, കൺസ്യൂമർ ബിഹേവിയർ. പ്രോജക്റ്റും കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായി നമ്മൾ ചെയ്യണം. നിങ്ങളുടെ ക്രിട്ടിക്കൽ തിങ്കിങ്, അനലിറ്റിക്കൽ എബിലിറ്റീസ്, അതുപോലെ പ്രാക്ടിക്കൽ ഫൈനാൻഷ്യൽ സ്കിൽസ് ഒക്കെ മെച്ചപ്പെടുത്താൻ ഈ കോഴ്സ് നിങ്ങളെ സഹായിക്കും. IGNOയിൽ നിന്ന് BCom ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകളെ സംബന്ധിച്ചിടത്തോളം വരുന്ന പ്രധാന പ്രശ്നമാണ് IGNOയുടെ ഒരു ക്വാളിറ്റി കരിക്കുലം എങ്ങനെ സ്വയം പഠിച്ചെടുക്കുമെന്നുള്ളത്. അത്തരം ആളുകൾക്ക് ഏറ്റവും എഫക്റ്റീവും എൻജോയബിളുമായിട്ടുള്ള രീതിയിൽ അവരുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ് ലേൺവൈസ്, കേരളത്തിലെ ഏറ്റവും മികച്ച IGNOU സപ്പോർട്ട് പ്ലാറ്റ്ഫോം. ലേൺവൈസിൽ നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് മെന്റർഷിപ്പോട് കൂടി IGNOU BCom കരിക്കുലം ഏറ്റവും കോംപ്രിഹെൻസീവ് ആൻഡ് എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ കൾച്ചറൽ കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട്, അതായത് മലയാളത്തിൽ തന്നെയുള്ള റെക്കോർഡ് ആൻഡ് ലൈവ് വീഡിയോ ലെക്ചേഴ്സിലൂടെ വളരെ രസകരമായി പഠിച്ചെടുക്കാൻ സഹായിക്കും. ലേൺവൈസ് ഒരു വിർച്വൽ യൂണിവേഴ്സിറ്റി പോലെ പ്രവർത്തിച്ചു വരുന്ന പ്ലാറ്റ്ഫോമാണ്. നിങ്ങൾ ഫിസിക്കലി ഒരു യൂണിവേഴ്സിറ്റിയിലോ കോളേജിലോ പോകുന്നില്ല എന്ന് ഒഴിച്ചാൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ കിട്ടുന്ന കരിക്കുലർ, കോ-കരിക്കുലർ ആക്ടിവിറ്റീസ് തുടങ്ങി മറ്റെല്ലാ എക്സ്പീരിയൻസും നിങ്ങൾക്ക് വിർച്വലി ഉറപ്പുവരുന്ന പ്ലാറ്റ്ഫോം കൂടിയാണ് ലേൺവൈസ്. ലേൺവൈസിന്റെ സപ്പോർട്ടോട് കൂടി ഡിഗ്രി അല്ലെങ്കിൽ PG ചെയ്യുന്നവർക്ക് കിട്ടുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. റെക്കോർഡ് ആൻഡ് ലൈവ് വീഡിയോ ലെക്ചേഴ്സ്, വാല്യൂ ആഡഡ് നോട്ട്സ്, എക്സാം PDF, എക്സാം സ്പെഷ്യൽ ഗൈഡ്, അസൈൻമെന്റ് ആൻസർ ഗൈഡ് ബുക്ക്, ഒബ്ജക്റ്റീവ് ടെസ്റ്റ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ്, IGNOU മോഡൽ എക്സാം, IGNOU എക്സാം ഹെൽപ് ഡെസ്ക്, വർക്ക് ബുക്ക് ആൻഡ് ആൻസർ ഫയൽ, ഹാപ്പിനെസ് അംബാസിഡർ എന്നിങ്ങനെ തുടങ്ങി ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം, കോ-കരിക്കുലർ ആക്ടിവിറ്റീസ്, അപ്സ്കില്ലിംഗ് ആൻഡ് കരിയർ ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ്സ് വേറെയും. ഇനി IGNOU BCom കംപ്ലീറ്റ് ചെയ്ത ആൾക്ക് എന്തൊക്കെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആണുള്ളതെന്ന് നോക്കാം. ലീഡിംഗ് കോർപ്പറേറ്റ് ഫേംസിൽ അക്കൗണ്ടൻസ് ആൻഡ് ഓഡിറ്റേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യാം. ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആൻഡ് അഡ്വൈസേഴ്സ് ആവാം. ബാങ്കിംഗ് പ്രൊഫഷണൽസ് ആവാം. ടാക്സ് കൺസൾട്ടന്റ് ആയിട്ടും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഓണ്ടർപ്രണേഴ്സ് ആൻഡ് ബിസിനസ് ഓണേഴ്സ് ആവാം. അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് മാനേജ്മെന്റ് പ്രൊഫഷണൽസ് ആയിട്ട് വർക്ക് ചെയ്യാം. IGNOയിൽ നിന്ന് BCom സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ കരിയറിന്റെ ട്രജക്ടറി തന്നെ മാറും. ഓവറോൾ BCom നിങ്ങളുടെ എംപ്ലോയബിലിറ്റി സിഗ്നിഫിക്കന്റ്ലി ഇംപ്രൂവ് ചെയ്യും. നൂറുകണക്കിന് ലേണേഴ്സ് ലേൺവൈസിന്റെ സഹായത്തോടു കൂടി IGNOയിൽ നിന്ന് BCom കംപ്ലീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ കറന്റ് പെർസ്യൂ ചെയ്യുകയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പലർക്കും അവരുടെ ജീവിതത്തിൽ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ഈ കോഴ്സ് ചെയ്തതുകൊണ്ട് ഉണ്ടായിട്ടുണ്ട്. അതിൽ ചില സക്സസ്ഫുൾ ലേണേഴ്സിന്റെ എക്സ്പീരിയൻസസ് കേട്ട് നോക്കാം. ഞാൻ 12th പാസ് ഔട്ട് ആയിട്ട് 2017 പാസ് ഔട്ട് ആയത്. അപ്പോൾ ഇപ്പോൾ കുറച്ച് ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ബട്ട് എന്നാലും എനിക്ക് പഠിക്കണമെന്ന് ആഗ്രഹം തോന്നി IGNOയിൽ ജോയിൻ ചെയ്തു. ബട്ട് IGNOയിൽ ജോയിൻ ചെയ്തുകൊണ്ട് മാത്രമായില്ല, എന്നെ ഗൈഡ് ചെയ്യാൻ ഒരാൾ എന്തായാലും ആവശ്യമായിരുന്നു. അങ്ങനെ ഞാൻ യൂട്യൂബും കാര്യങ്ങളൊക്കെ നോക്കിയ സമയത്താണ് ലേൺവൈസിനെ പറ്റി കേട്ടത്. അപ്പോൾ ലേൺവൈസ് കേട്ടപ്പോൾ എനിക്ക് ക്ലാസ്സൊക്കെ കണ്ടപ്പോൾ നല്ലോണം മനസ്സിലാവുന്നുണ്ടായിരുന്നു. കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നി.
എനിക്ക് പറ്റുമെന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ ലേൺവേഴ്സ് ചൂസ് ചെയ്തു. ഇപ്പോൾ ക്ലാസ്സിന് കേൾക്കുന്നുണ്ട്. അടിപൊളി ക്ലാസ്സാണ്. പിന്നെ നമുക്ക് എക്സാമ്പിൾസൊക്കെ പറഞ്ഞു തരുന്നത് നമുക്ക് ഈസി ആയിട്ട് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് അവർ ക്ലാസ് കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ ലേൺവേഴ്സിൻ്റെ മറ്റൊരു പ്രത്യേകത കൂടിയാണ് നമുക്ക് മെൻറ്റർഷിപ്പോട് കൂടി കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. മെൻറ്റർ നമ്മൾ ഗൈഡ് ചെയ്യുന്നുണ്ട്, നന്നായി ഗൈഡ് ചെയ്യുന്നുണ്ട്. ഡേ ബൈ ഡേ എല്ലാ മെസ്സേജസും നോട്ടിഫിക്കേഷൻസും നമുക്ക് സെൻഡ് ചെയ്തിരുന്നു. ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. മന്ത്ലി വൺസ് നമ്മൾ കോൾ ചെയ്ത് നമ്മളുടെ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ നമ്മളെ അവസ്ഥ, നമ്മളത് വരെ പഠിച്ചു, എത്ര വരെ എത്തി, ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ വിളിച്ച് അന്വേഷിക്കുന്നുണ്ട്. അത് നമുക്ക് ശരിക്കും പറഞ്ഞ ഒരു കോൺഫിഡൻസ് തന്നെയാണ് നമുക്ക് തരുന്നത്. നമ്മളെ കൊണ്ട് പറ്റും, അല്ലെങ്കിൽ നമ്മളെ മോണിറ്റർ ചെയ്യാൻ ഒരാളുണ്ട്. അത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ പഠിക്കാനുള്ളൊരു മോട്ടീവ്. പിന്നെ അതുകൊണ്ട് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാനിപ്പോൾ. അതുപോലെ എല്ലാവർക്കും പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ്. ലേൺവൈസിനെ പറ്റി ഞാൻ പറയാൻ ഉള്ളത് എനിക്ക് സെക്കൻഡ് ഇയറിൽ 2-3 സബ്ജക്ട്സ് എനിക്ക് ഇത്തിരി ടഫായിട്ട് തോന്നിയപ്പോൾ ഒരു ട്യൂഷൻ പോലെ ഞാൻ ഒന്ന് അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ജസ്റ്റ് റാൻഡംലി ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ലേൺവൈസിനെ പറ്റി എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ലേൺവൈസിൽ അപ്പോൾ അവരുടെ പ്രൊഫൈലും അവരുടെ കാര്യങ്ങളെല്ലാം കണ്ടപ്പോൾ എനിക്കൊന്ന് കോൺടാക്ട് ചെയ്യാൻ തോന്നി. കോൺടാക്ട് ചെയ്തപ്പോൾ സ്റ്റാർട്ടിങ് തൊട്ട് എൻ്റെ വരെ എന്നെ ഫാത്തിമ എന്ന് പറഞ്ഞൊരു മെൻറ്റർ എന്നെ നല്ലപോലെ ഇതിൽ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പറയാതിരിക്കാൻ വയ്യ. കാരണം ഞാൻ സാധാരണ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ കോൺടാക്ട് ചെയ്യുന്ന പോലെയല്ല, എനിക്ക് നല്ല എൻ്റെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് എന്നെ നല്ലപോലെ ഹെൽപ്പ് ചെയ്ത് തന്നു ഫാത്തിമ. അപ്പോൾ ഞാൻ ഇവർ പറഞ്ഞതെന്ന് എല്ലാം അനുസരിച്ച് നോക്കിയപ്പോൾ എനിക്കത് ഫേവറബിൾ ആയിട്ട് തോന്നി. ഞാൻ ആ കോഴ്സിൽ ആ ഒരു പെർട്ടിക്കുലർ 2-3 സബ്ജക്റ്റിന് ഞാൻ അതിന് കയറി. നമ്മൾ ഇപ്പോൾ ഒരു ഓൺലൈൻ നമ്മൾ എടുക്കണമെന്ന് പറയുമ്പോൾ നമുക്ക് ഓക്കെ, നമ്മൾ ആരും അന്വേഷിക്കാനില്ല എന്നുള്ളൊരു തോന്നൽ നമുക്ക് വരുമെങ്കിൽ അത് ഇവിടെ അങ്ങനെ തോന്നേ വേണ്ട. നിങ്ങൾ തുടങ്ങുന്നത് എപ്പോഴാണോ ആ സബ്ജക്റ്റിന്റെ പരീക്ഷ കഴിയുന്നവരെ നിങ്ങളുടെ കൂടെ ഇവരെപ്പോഴും കാണും. വീക്ക്ലി ഇവർ നിങ്ങളെ അന്വേഷിക്കും. നിങ്ങൾ എന്തൊക്കെ പ്രോജക്ട്സോ അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞോ, എവിടെയൊക്കെ ടഫായിട്ട് വരുന്ന സബ്ജക്ട്സ് എന്തെങ്കിലും പോർഷൻസ് നിങ്ങൾക്കുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ എപ്പോഴെപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് അങ്ങനെ അന്വേഷിക്കുമ്പോൾ തന്നെ നമുക്ക് പഠിക്കാനുള്ളൊരിതും വരും. അപ്പോൾ ടു ബി ഫ്രാങ്ക്, ഞാൻ എടുത്ത 2 സബ്ജക്റ്റിനും എനിക്ക് നല്ല മാർക്കോടെ എനിക്ക് പാസ്സാവാൻ പറ്റി. നല്ല ഹെൽപ്ഫുള്ളാണ്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യേണ്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു കോൺടാക്ട് വിത്ത് ലേൺവൈസ്. അവർ വേണ്ട ഹെൽപ്പെല്ലാം നിങ്ങൾക്ക് ചെയ്തു തരും. ഐ എം സോ പ്രൗഡ്. ഇങ്ങനെ ഒരു ഞാൻ എൻ്റെതായ രീതിയിൽ ഞാൻ കണ്ടുപിടിച്ചു. അത് ഒട്ടും ഒരു മോശമായത് ഞാൻ പറയുന്നില്ല. അത് എനിക്ക് ടോട്ടലി വർത്ത്ഫുള്ളായി. അപ്പോൾ ജോയിൻ ലേൺവൈസ്. നിങ്ങൾക്ക് പഠിക്കേണ്ടതെല്ലാം പഠിക്കാം. ഹെൽപ്പ് ചെയ്യേണ്ട രീതിയിലെല്ലാം അവിടുത്തെ മെന്റേഴ്സ് നിന്നെ ഹെൽപ്പ് ചെയ്തു തരും. താങ്ക് യു സോ മച്ച്. താങ്ക് യു ലേൺവൈസ്. രാഖി മാമിൻ്റെ മെന്റർഷിപ്പിൻ്റെ കീഴിലാണ് പഠിക്കുന്നത്. ഞാൻ ഡിസ്റ്റൻ്റായിട്ട് ഡിഗ്രി ചെയ്യാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ +2 കഴിഞ്ഞിട്ട് CMA എന്ന് പറഞ്ഞൊരു കോഴ്സായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. അത് ഇതുപോലെ 3 സെമ്മായിട്ടുള്ള കോഴ്സായിരുന്നു. അതിൻ്റെ ഫസ്റ്റ് സെം എഴുതി കഴിഞ്ഞിട്ട് സെക്കൻഡ് സെം ആയപ്പോഴേക്കും നമുക്ക് കൊറോണ വന്നു. പിന്നെ കൊറോണ ആയതുകൊണ്ട് ക്ലാസ്സൊക്കെ മൊത്തം ഓൺലൈൻ ആയിരുന്നു. നമുക്ക് പഠിക്കാനും ഒരു ബുദ്ധിമുട്ടായിരുന്നു. റെഗുലറായിട്ട് പോകുന്നത് പോലെ മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ വീട്ടിൽ കുറച്ച് ഫണ്ടിൻ്റെ വിഷയവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് കോഴ്സ് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഞാൻ CMA വേണ്ടെന്ന് വെച്ചു. പിന്നെ ഞാൻ വേറൊരു ഡിഗ്രി ചെയ്യണം എന്നുള്ളത് പെട്ടെന്ന് എൻ്റെ മൈൻഡിലേക്ക് വന്നില്ല. പിന്നെ എനിക്കൊരു ജോലി വേണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ GTech ടാലി എന്ന് പറഞ്ഞൊരു കോഴ്സ് ചെയ്തു. അതൊരു 6 മാസത്തെ കോഴ്സായിരുന്നു, ടാലി കോഴ്സ്. അത് ചെയ്തു കഴിഞ്ഞിട്ട് എനിക്ക് അപ്പം തന്നെ ഒരു ഓഫീസിൽ ജോലി കിട്ടി. അങ്ങനെ ഒരു ഓഫീസിലെ ജോലിക്ക് കയറിയപ്പോഴാണ് നമുക്ക് ഡിഗ്രിയുടെ വാല്യൂ എന്താണെന്ന് മനസ്സിലായത്. കാരണം നമുക്ക് എക്സ്പീരിയൻസ് ചോദിക്കുമ്പോൾ നമുക്ക് +2 അല്ലേ ഉള്ളൂ. ഡിഗ്രി ഇല്ലാത്തതിൻ്റെ പേരിൽ നമുക്കൊരു ഒരു എക്സ്പീരിയൻസിൻ്റെ ഒരു ഇത് വന്നു. പിന്നെ എനിക്ക് സ്വയം തോന്നി എന്തും ഡിഗ്രി ചെയ്തുകൂടാ. അങ്ങനെ ഞാൻ ഡിഗ്രി ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ഞാൻ വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ലേൺവൈസിൻ്റെ ഒരു പേജ് കാണുന്നത്. അതിൽ ഞാൻ രജിസ്റ്റർ ചെയ്തു. പിന്നെ എനിക്കൊരു അവിടുന്ന് വിളിച്ചിട്ട് ഒരു മാം ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. എങ്ങനെയാണ് ക്ലാസ് വരുന്നത്, ഫീസ് എങ്ങനെയാണ് വരുന്നത്, അങ്ങനെയെല്ലാം നമുക്ക് പറഞ്ഞു തന്നു. പിന്നെ ഞാൻ വീട്ടിൽ സംസാരിച്ചു. അപ്പോൾ ആദ്യം പറഞ്ഞപ്പോൾ വീട്ടുകാർക്കും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ റെഗുലറായിട്ടാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഓൺലൈൻ ആകുമ്പോൾ ഇത് എങ്ങനെയായിരിക്കും,
നമുക്ക് കറക്റ്റായിട്ട് അപ്ഡേറ്റ് ആയിട്ട് കിട്ടുമോ എന്നൊക്കെ നല്ല പേടിയുണ്ടായിരുന്നു. എനിക്കും അറിയില്ലായിരുന്നു എങ്ങനെയാണ് ഡിസ്റ്റൻ്റ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പം അത് എങ്ങനെയായിരിക്കും എന്ന് അറിയില്ലായിരുന്നു. പക്ഷെ ഞാനതിൽ ചേർന്നു. പിന്നെ എന്താ പറയുക, റെഗുലറായിട്ട് പഠിക്കുന്ന പോലെ തന്നെ ഒരു എക്സ്പീരിയൻസ് ഇപ്പോൾ എനിക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇപ്പം എൻ്റെ മിസ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ രാജ്യമാണ് ഞാൻ പറഞ്ഞിരുന്നു. മിസ്സിൻ്റെ നല്ല സപ്പോർട്ടാണ് നമ്മുടെ കാര്യത്തിൽ. എല്ലാ മിസ്സുമാരും അതുപോലെ തന്നെയാണ്. നമുക്ക് നമ്മുടെ സാഹചര്യം മനസ്സിലാക്കി നമ്മൾ എന്താ പറയുക, ചിലപ്പോൾ കുറേ ആൾക്കാർ കുറേ വർഷത്തിന് ശേഷമൊക്കെ ആയിട്ടായിരിക്കും ഈ ഡിസ്റ്റൻ്റായിട്ട് പഠിക്കാനായിട്ട് വരുന്നത്. അപ്പോൾ അവരുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി നമ്മുടെ അവസ്ഥ മനസ്സിലാക്കി നമ്മളോട് പെരുമാറുന്ന മിസ്സുമാരാണ് എല്ലാവരും. പിന്നെ എന്താ പറയുക, നമ്മളൊന്ന് ഡൗൺ ആയാൽ പോലും നമ്മളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് നമ്മളെ കൊണ്ട് പറ്റും, നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റും, പാസ്സാവും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ നല്ല സപ്പോർട്ട് തരുന്നുണ്ട്. അത് തന്നെ നമുക്കൊരു കോൺഫിഡൻസ് ആണ്. ഇപ്പം എൻ്റെ മിസ്സിൻ്റെ കാര്യം പറഞ്ഞാലും മിസ്സും നമ്മളെ കൊണ്ട് പറ്റും, നിങ്ങൾ പാസ്സാവണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഭയങ്കര സപ്പോർട്ട് തരുന്നുണ്ട്. അപ്പോൾ എനിക്ക് അതിൽ എന്താ പറയുക, റെഗുലറായിട്ട് പഠിക്കുന്ന പോലെ തന്നെ ഒരു ഇതെനിക്ക് വെച്ചാൽ ഇപ്പോൾ റെഗുലറായിട്ട് പോയി പഠിച്ചാൽ കൂടി നമുക്ക് ടീച്ചേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്ര സപ്പോർട്ട് കിട്ടുന്നുണ്ടാവില്ല. ഇതാവുമ്പോൾ നമുക്ക് നല്ല സപ്പോർട്ടാണ് മിസ്സുമാരുടെ ഭാഗത്തു നിന്ന്. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇതിപ്പോൾ എൻ്റെ 3 years ഡിഗ്രി പ്രോഗ്രാമാണ്. അത് തീരുന്നത് വരെ ഞാൻ ലാംഗ്വേജിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. ലാംഗ്വേജിൽ ഒരു ഭാഗമാവാൻ കഴിഞ്ഞതിൽ എനിക്ക് നല്ല സന്തോഷമുണ്ട്. ഞാൻ ഈ സമയത്ത് ഒരു ഡിഗ്രിയിൽ കയറാൻ കാരണം ഞാൻ +2 കഴിഞ്ഞ് ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയ്ക്ക് വീട്ടുകാരൊക്കെ നിർബന്ധിച്ച കാരണം ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എഴുതി ഞാൻ ഗവൺമെൻറ് ജോബിൽ കയറി. ഇപ്പം ഏകദേശം ഒരു 14 വർഷത്തോളമായി ഞാൻ സർവീസ് കണ്ടിന്യൂ ചെയ്യുന്നു. പക്ഷേ എനിക്ക് സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല, കാരണം നല്ല തിരക്കുള്ള ജോലിയാണ്. പിന്നെ എൻ്റെ പ്രൊഫഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ പ്രൊഫഷൻ ചേഞ്ച് ചെയ്യാൻ എനിക്ക് ഡിഗ്രി ഒന്നും ആവശ്യമില്ല. എനിക്ക് തോന്നിയ ഒരു സെൽഫ് അപ്ഗ്രഡേഷൻ ആവശ്യമാണ്. അതുകൊണ്ടാണ് ഞാനൊരു ഡിഗ്രി ചൂസ് ചെയ്യാൻ കാരണം. പിന്നെ BCom ചൂസ് ചെയ്യാൻ കാരണം ഇൻ കേസ് എനിക്ക് ഈ ജോലി മടുത്താൽ സ്വന്തമായിട്ട് എന്തെങ്കിലും സ്കില്ലുണ്ടാവണമല്ലോ. അതുകൊണ്ടാണ് BCom ചൂസ് ചെയ്തിരിക്കുന്നത്. BCom ചൂസ് ചെയ്താൽ സ്വന്തമായിട്ട് നല്ല ചാർട്ടേഡ് അക്കൗണ്ടൻറ്റോ അങ്ങനത്തെ പ്രൊഫഷനിലേക്ക് മാറാൻ പറ്റും എന്നൊരു പ്രതീക്ഷ ഉണ്ട്. പിന്നെ ലേൺവൈസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലേൺവൈസ് നല്ല അടിപൊളി പ്ലാറ്റ്ഫോമാണ്, സ്റ്റുഡൻസിന് നല്ല സപ്പോർട്ടാണ്. ഇതിനു മുമ്പ് ഞാനൊരു ഇതിനൊരു ഡിഗ്രി എടുക്കാൻ ട്രൈ ചെയ്തിരുന്നു, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. അതെൻ്റെ പ്രൊഫഷന് മാച്ച് ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ടായിരുന്നു ഞാനത് എടുക്കാൻ നോക്കിയത്. പക്ഷേ അന്ന് എനിക്ക് ലേൺവൈസിനെ കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. അന്ന് എൻ്റെ ജോലി തിരക്കിനിടയിൽ എനിക്കാണെങ്കിൽ ബുക്ക് മറിച്ച് നോക്കാൻ പോലും കിട്ടിയില്ല. പക്ഷേ മറിച്ച് നോക്കാൻ പോലും ഒരു തോന്നിയില്ല. പക്ഷേ ലേൺവൈസിൽ ആയതുകൊണ്ട് മെൻറ്റേഴ്സ് ഇടയ്ക്കിടെ വിളിച്ച് പ്രോഗ്രസ് ഒക്കെ ചോദിക്കുന്നതുകൊണ്ട് കള്ളം പറയാൻ അറിയാത്തത് കൊണ്ട് ഞാൻ കറക്റ്റായിട്ട് ബുക്കൊക്കെ മറിച്ച് നോക്കുന്നുണ്ട്. ക്ലാസ്സിൻ്റെ വീഡിയോസൊക്കെ റെഗുലറായിട്ട് കേൾക്കാറുണ്ട്. പിന്നെ ഞാൻ ഇഷ്ടപ്പെട്ട് എടുത്ത ഫീൽഡ് ആയതുകൊണ്ട് ലേൺവൈസിൻ്റെ മെറ്റീരിയൽസിന് പുറമെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, അതായത് ടാലി അങ്ങനത്തെ കുറേ കോഴ്സസും കൂടി ഇപ്പോൾ പഠിച്ചുകൊണ്ടുണ്ട്. മൊത്തം പറഞ്ഞാൽ ലേൺവൈസിൽ വന്നതുകൊണ്ട് എൻജോയ് ചെയ്ത് പഠിക്കാൻ പറ്റുന്നുണ്ട്. ഇതൊരു നല്ല നിലയിൽ ഫിനിഷ് ചെയ്യാൻ പറ്റുമെന്ന് ഒരു പ്രതീക്ഷ ഉണ്ട്. ലേൺവൈസിന്റെ കൂടെയുള്ള BCom ജേർണി ഇൻക്രെഡിബിൾ ഈസിയും എൻജോയബിളും ആയിരിക്കും. ലേൺവൈസിന്റെ കൂടെ BCom ചെയ്യാൻ ആഗ്രഹിക്കുന്ന താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സ്ആപ്പ് വഴിയോ ബന്ധപ്പെടുക. കോൾ അല്ലെങ്കിൽ വാട്സ്ആപ്പ് ചെയ്യേണ്ട നമ്പർ 75 92 93 96 16 എന്നതാണ്. ലേൺവൈസ് ടീമിലെ ഡെഡിക്കേറ്റഡ് അക്കാഡമിക് കൗൺസിലേഴ്സ് നിങ്ങൾക്ക് വേണ്ട ഗൈഡൻസും സപ്പോർട്ടും നൽകുന്നതായിരിക്കും. ഇക്കം BComമായി ബന്ധപ്പെട്ട പ്രധാന ഡീറ്റെയിൽസ് ഒക്കെ ഷെയർ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ ലൈഫിൽ ഇമ്പാക്ട്ഫുൾ ആയ ചേഞ്ചസ് കൊണ്ടുവരാൻ ഈ കോഴ്സ് നിങ്ങളെ സഹായിക്കും. ലേൺവൈസ് പ്ലാറ്റ്ഫോമിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയി തന്നെ ഡിസ്കസ് ചെയ്തു. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് ഇഗ്നോയിൽ നിന്ന് BCom നേടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ലേൺവൈസ് ടീമിനെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.